കുറ്റപരമില്ലവരാരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കുകയാണ്. നമ്മൾ എന്ത് പാപം ചെയ്തിരിക്കണത് ഈ നാട്ടില്? ആരും ഒരു പാപം ചെയ്യുന്ന ആൾക്കാരല്ല. അന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ്. അത് എത്ര പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ഈ ദൈവം ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഇതിലും നല്ല ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ആരല്ലത്? നിങ്ങൾ പറഞ്ഞു തരും, ഞങ്ങൾക്ക് ആരല്ലത്? ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക, അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും തൻ്റെ ഭൂമിയും സർവ്വസ്വത്തുക്കളും നഷ്ടപ്പെട്ട ഒരു പാവം പച്ച മനുഷ്യൻ്റെ ഉള്ളു പൊട്ടുന്ന വാക്കുകളാണിത്. എന്ത് വാക്കുകൾ കൊണ്ടാണ് നമ്മളിവരെ ആശ്വസിപ്പിക്കാൻ കഴിയുക? ഇത് കേട്ട മാധ്യമപ്രവർത്തകൻ പോലും തല താഴ്ത്തിയിട്ട് കണ്ണീരോട് കൂടിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടിയ ചോദ്യമാണ്, പടച്ച റബ്ബേ, എന്തിനാണ് ഞങ്ങളോട് ഇത്രയും ക്രൂരത കാട്ടിയത് എന്നുള്ളത്. കുറ്റപരമില്ലവരാരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കുകയാണ്. നമ്മൾ എന്ത് പാപം ചെയ്തിരിക്കണത് ഈ നാട്ടില്? ആരും ഒരു പാപം ചെയ്യുന്ന ആൾക്കാരല്ല. അന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ്. അത് എത്ര പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ഈ ദൈവം ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഇതിലും നല്ല ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ആരല്ലത്? നിങ്ങൾ പറഞ്ഞു തരും, ഞങ്ങൾക്ക് ആരല്ലത്? എന്റെ വാക്കിലോ എല്ലാവരും ഇത് കേൾക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. ആരോട് ഞങ്ങൾ പറയുന്നത്? എന്റെ സ്നേഹിതന്മാരും എല്ലാവരും മണ്ണിനടിയിലാണ്. അറിയോ? ഇതൊക്കെ ആരോട് നമ്മൾ സങ്കടം പറയും? ഉറ്റവരും എല്ലാവരും പോയി കിടക്കുകയാണ്. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ദൈവം ഞങ്ങളെ കൂടി കൊണ്ടുപോയി കൊണ്ടുവരും. ഇതിനെന്തിനാണ് ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ എന്ത് പാവാണ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ചോദിച്ചിരുന്നു, ദൈവത്തിന് ഇത്ര ക്രൂരതയുണ്ടോ? മനുഷ്യരോട് ഒരല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. ഇത് കാണുമ്പോൾ നമുക്കെന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? ഒരമ്മ, ആ അമ്മ മുണ്ടക്കൈയിലുള്ള ഒരു അമ്മയാണ് സുജാത. അള്ളാഹു അവരെ രക്ഷിച്ചൊരു രീതി, ഒരാനയുടെ രൂപത്തിൽ ആ അമ്മക്ക് അള്ളാഹു കൊടുത്തൊരു രക്ഷ. പടച്ച റബ്ബ് സകലമാന മനുഷ്യരോടും യന്ത്രമേൽ കാരുണ്യമുണ്ടെന്ന് നമ്മളെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് സുജാത എന്നൊരമ്മ. ഈ മുണ്ടക്കൈയിൽ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ഏറ്റവും മുകളിൽ നിന്ന് 5-6 കിലോമീറ്റർ മുകളിൽ നിന്ന് ഈ പാതിരാത്രിയിൽ 1 മണിയോടെ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഈ ഒരു അമ്മ സുജാതയും മകൾ സുജിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നിൽക്കാം. അങ്ങനെ 4:30 സമയത്ത്, പുലർച്ചയോട് സമയത്ത് സ്വന്തം നാട്ടിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തിലും ആ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇവർ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇവർ വേഗം തൻ്റെ മകളുമായിട്ട് നേരെ കാപ്പിത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഓടി. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആളുകളുടെ അലർത്തി വിളിച്ച കരച്ചിൽ കേൾക്കാനുണ്ട്. ഭൂമി മുഴുവനും പിളരുന്ന ശബ്ദമുണ്ട്. ആ സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ഒരു കാട്ടാന വന്നു. മരണത്തിൻ്റെ മുഖത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി നിൽക്കുമ്പോൾ മറ്റൊരു മരണത്തിൻ്റെ മുഖത്തേക്കാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആനയോട്, ഞങ്ങൾ മരണത്തിൻ്റെ മുന്നിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ മരണത്തിൻ്റെ മുന്നിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത് എന്നുള്ളത്. ആ ആന കണ്ണീരോടുകൂടി നേരം പുലരും വരെ ആ അമ്മക്കും മകൾക്കും കാവൽ നിന്നു എന്നുള്ളത്. അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടിയപ്പോളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. കുട്ടീൻ്റെ ചെറുവിരൽ കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് രണ്ടാളെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക, അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. അള്ളാഹു രക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് പടച്ച റബ്ബാണ്. ഒരാനയെ കൊണ്ടാണെങ്കിലും കാവൽ നിർത്തും. നിങ്ങൾ സ്നേഹിച്ച ദുന്യാവിനെയാണോ? അത് നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ടാവും. നമ്മളെപ്പോഴാണോ നമ്മുടെ മരണം എന്നുള്ളത് നമുക്കറിയില്ല. ഏത് സമയത്ത് ഏത് പാതിരാത്രിയിൽ ഉരുൾപൊട്ടിയാലും പടച്ച റബ്ബിലേക്ക് പോകാൻ ഒരുക്കത്തിലുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വേദന ക്ഷമിക്കാൻ കഴിയും. ഈ ഒരു അമ്മക്ക് നോക്ക്, ഈ അമ്മക്ക് പടച്ച റബ്ബ് കൊടുത്തൊരു രക്ഷ ഒരാനയുടെ രൂപത്തിൽ. നമ്മൾ പരിചയിച്ച കാട്ടാന മനുഷ്യനെ കാണുമ്പോൾ അലറി വിളിക്കുന്ന, ചവിട്ടിക്കൊല്ലാൻ വരുന്ന കാട്ടാനയുടെ ചിത്രങ്ങളല്ലേ? ആ അമ്മയുടെ കണ്ണുനീരിന് മുൻപിൽ ഒരു പുലരും വരെ ആ അമ്മക്കും മകൾക്കും കാവൽ നിൽക്കുന്ന ഒരു കാട്ടാന. ഇതേതോ സിനിമയിലെ ബാഹുബലിയിലെ കഥയല്ല പറയുന്നത്. ഇത് മുണ്ടക്കയത്തിലെ സുജാത എന്നൊരു അമ്മയുടെ അനുഭവമാണ്. കണ്ണീരോടുകൂടി അവർ പറയുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നടുക്കം. പടച്ച റബ്ബ് രക്ഷിക്കാൻ തീരുമാനിച്ചാൽ എന്തുമാത്രം മനുഷ്യരുടെ അനുഭവങ്ങളാണ് അവിടെ നിന്നറിയോ.
ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിതാവിൻ്റെ ഉള്ളു തൊട്ടുന്നൊരു സങ്കടം, അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് നിസ്സഹായരാണ് നമ്മൾ. അവരോട് നമ്മൾ ക്ഷമിക്കൂന്ന് പറയാൻ കഴിയോ? പടച്ച റബ്ബ് എന്തിനാണ് ഇങ്ങനെ ക്രൂരത എന്നൊരു കുട്ടി ചോദിച്ചിരുന്നു. ഇതൊന്നും ഒരു ക്രൂരതയേ അല്ല. പടച്ച റബ്ബ് നമ്മൾ നമ്മൾ 4-ാം മാസത്തിലെല്ലാം റൂഹ് ഊതുമ്പോൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നിശ്ചയം പോലെ നടക്കും. അത് ആളുകൾ മോശക്കാരായതുകൊണ്ടോ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥയുടെ മാറ്റം, നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയും ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ. പലരും ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ദൈവം എന്തിനാണ് ദൈവനിഷേധികളായ ആളുകൾ ഈ വീഡിയോ വല്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ കുറ്റം പറയുന്ന ഒരു മനുഷ്യനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിലെ വാക്കുകളെ ദൈവനിഷേധ വാക്കുകളായിട്ട് മാറ്റരുത്. ഉള്ളു പൊള്ളുന്ന എല്ലാം തകർന്നു പോയ ഒരു സാധാരണക്കാരൻ്റെ ആ ഉള്ളിലെ സങ്കടങ്ങളാണത്. എനിക്ക് അത്ഭുതം തോന്നി. അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഉമ്മമാരില്ലാതെയായപ്പോൾ അവിടുന്ന് ഒരു ഷബന എന്ന് പേരുള്ള ഒരു മുസ്ലിം യുവതിയും ഭർത്താവും പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാൽ ഞങ്ങൾ കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം കുട്ടിക്ക് കരുതി വെച്ച മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധയായിട്ട് ഒരു യുവതിയും ഭർത്താവും രംഗത്ത് വരിക. അത്ഭുതം തോന്നുന്നു അല്ലേ? വലിയ മാധ്യമങ്ങളിൽ ഭയങ്കര വാർത്ത. എൻ്റെ സുഹൃത്തു കൂടിയായ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ എഴുത്തുകാരൻ, അദ്ദേഹം ഈ ഒരു വാർത്ത ജർമ്മൻ ഭാഷയിൽ എഴുതിയിട്ട് ജർമ്മനിയിലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അത്ഭുതം കൊണ്ടത്ര അവർ. കേരളത്തിലെ ആളുകൾ ഇത്രമേൽ അഴകുള്ളവരോ എന്ന്, മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നവരോ എന്ന്. ഇത് കണ്ടിട്ട് ഇടുക്കിയിലുള്ള ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ, സജി എന്നെങ്ങാനാണ് പേര്. ആ ക്രിസ്ത്യൻ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്കും 2 മാസമേ 3-4 മാസമേ ആയിട്ടുള്ളൂ, ഞങ്ങളും കൊടുക്കാം മുലപ്പാൽ. അവർ നേരെ വരികയാണ് വയനാടുക്ക്. ഇതാ ഈ കാണുന്ന കുടുംബം, അവർ വയനാടുക്ക് വന്നിട്ട് മുലപ്പാലുള്ള സ്വന്തം കുട്ടികൾ കുറച്ചു നേരം മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ കരയുന്നത് അവർ കാണുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹിജറ നടക്കുന്ന സമയത്ത് ഹബീബായ നബിക്ക് മുൻപാൽ ഒരുപാട് ആളുകൾ, വിശ്വാസികൾ മദീനയ്ക്ക് പോയി. നബിയും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം ആ ഹിജറ വന്ന മുഹാജിറുകൾക്ക് കൊടുത്തു. അവരുടെ മക്കളെ വിട്ടുകൊടുത്തു. ചില ആളുകൾ സ്വന്തം ഭാര്യമാരെ പോലും ഡിവോഴ്സ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി, ഭാര്യമാരില്ലാത്തവർക്ക് വേണ്ടി ഭാര്യമാരെ കൊടുത്തു. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വന്നിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യോ? ഇങ്ങോട്ട് നോക്കും, ഒരു മുലപ്പാൽ കൊടുത്തത് ആധുനിക കാലത്ത് 2024 എന്ന മനുഷ്യൻ ഏറ്റവും ഉന്നതമായ കാലത്ത് ഒരു വാർത്തയാവുന്നുവെങ്കിൽ, ആ ഒരു തുടക്കകാലത്ത് 5ാം നൂറ്റാണ്ടിൽ 6ാം നൂറ്റാണ്ടിൽ ഹബീബായ നബിയോടൊപ്പം ഹിജ്റ പോയ ആളുകൾ, പലായനം ചെയ്ത ആളുകൾക്ക് വേണ്ടി സ്വന്തം സ്വത്ത് കൊടുത്ത ആളുകളുണ്ട്, സ്വന്തം സ്വത്തിൽ ഓഹരി കൊടുത്ത ആളുകളുണ്ട്, കച്ചവടത്തിൽ ഓഹരി കൊടുത്ത ആളുകളുണ്ട്, പാർട്ട്ണർഷിപ്പ് കൊടുത്ത ആളുകളുണ്ട്. ചിലർ സ്വന്തം ഭാര്യയെപ്പോലും ഡിവോഴ്സ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഭാര്യയാക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കിട്ടൂലല്ലോ, കൊടുത്ത ആളുകളുണ്ട്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരഴകാണ്. ഇതുപോലെയുള്ള മനുഷ്യരൊക്കെയാണോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇതിനിടയിലും ചില കെട്ടവർത്തമാനങ്ങൾ, ഇത്തരം ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന ആളുകൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുക. ഒരു BJP ഭരിക്കുന്ന പന്തളത്തെ നഗരസഭയാണ് അവരുടെ കാരണം നമ്മുടെ സർക്കാർ ഒരാഴ്ചത്തെ ദുഃഖാചരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒഫീഷ്യൽ ദുഃഖാചരണമാണ്, ആഘോഷങ്ങൾ പാടില്ല. മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഈ ഒരു വർഗം കേക്ക് മുറിച്ച് അവരുടെ സ്വകാര്യ സന്തോഷങ്ങൾ പങ്കിടുന്നത് എങ്ങനെയാ കഴിയുന്നത്? ഇത് കഴിയാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയത. ആരോ പറഞ്ഞു മലപ്പുറത്താണ് ഇതൊക്കെ നടക്കേണ്ടത്. കാരണം മലപ്പുറത്താണ് പെറ്റു കൂട്ടുന്നത്, അവിടെയാണ് ബീഫ് കഴിക്കുന്നവരാണ് അത്ര മലപ്പുറത്തുകാർ. ഒരാൾ പറയുന്നു രാഹുലിന് വോട്ട് ചെയ്ത ആളുകളെ തകർന്ന് തരിപ്പണമാവട്ടെ. ഒരു ചാനൽ ABC മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ മോഹൻദാസ് എന്ന പേരുള്ള ഒരു സംഘി പറയാണ്, ഏതൊക്കെയോ ആളുകൾ അവിടെ സഹായിക്കുന്നുണ്ട്. എന്താണ് SKSF, SYS, പോപ്പുലർ ഫ്രണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛത്തോടു കൂടി സംസാരിക്കാം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ. എന്നിട്ട് പുച്ഛ പറയും ഇവരൊക്കെ ഇതിനു വേണ്ടി റെഡിയായിരിക്കുന്നത്രേ. ഡ്രസ്സ് തലേ ദിവസം അടുപ്പിച്ചിട്ടാണ്. പരിഹാസം. ഈ ഒരു AC മുറിയിലിരുന്ന് പരിഹസിക്കാന്നല്ലാതെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെയൊക്കെ ആളുകൾ അവിടെ രക്ഷാപ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടാലും അറിഞ്ഞാലേ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയൂ. ചാലിയാർ പുഴയിൽ 2ാം ദിനവും ആളുകൾ തിരയാണ്. സ്വന്തം അസുഖങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ചിട്ടാണ് തിരയുമ്പോൾ അവർ കാണുന്നത് വീട്ടിൻ്റെ ഉള്ളിലെ ഫർണിച്ചറുകൾ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോമുകൾ, ബാഗുകൾ, പാത്രങ്ങൾ, ടൂത്ത് ബ്രഷുകൾ, മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ആണോ പെണ്ണോ തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര ദയനീയമായ കാഴ്ച. അതിനിടയിൽ സഹായിക്കുന്ന ആളുകളെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന, അവരെ മുഴുവനും വർഗീയവൽക്കരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ
ഉള്ളിൽ വല്ലാത്തൊരു വേദന. മനുഷ്യത്വം എന്നുള്ളത് നമ്മൾ അതിജയിക്കുമടോ, നമ്മൾ അതിജയിക്കും. കണ്ടില്ലേ, മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞിന് വേണ്ടി സ്വന്തം മുലപ്പാൽ കൊടുക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം അതിൽ ദൂരെ ഇടുക്കിയിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്നത് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യൻ എന്നുള്ളത് എത്ര മനോഹരമായൊരു പദമാണെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. തോറ്റുപോകുന്നത് വർഗീയതയും ഇതുപോലെയുള്ള ദുരന്തങ്ങളുമായിരിക്കും. മനുഷ്യൻ ജയിക്കും, അതിജയിക്കുക തന്നെ ചെയ്യും.